വെൽക്കം ടു സാൻസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പഴംപൊരിയും ബീഫ് കറിയാണ്. അതൊരു വെറൈറ്റി ഡിഷാണ്. നാട്ടിൽ ഇതിനു മുമ്പ് കുറച്ച് നാൾ മുമ്പ് ഒരു ട്രെൻഡ് ആയിരുന്നു ഇത്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല, അന്നേരം വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ബീഫ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നാടൻ സ്റ്റൈലാണ്. അന്നേരം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1.5 LB ബീഫാണ് എടുത്തേക്കുന്നത്. പിന്നെ ഓണിയൻ എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ, പിന്നെ ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആവശ്യത്തിനുള്ള മസാലകൾ. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് പ്രഷർ കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലകൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, ഗരം മസാല ഒരു 1 ടീസ്പൂൺ, കുറച്ച് വിനീഗർ ഒഴിക്കുന്നുണ്ട് ഒരു 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇത് വേവാൻ വേണ്ടി ഒരുപാട് വാട്ടർ ഒഴിക്കേണ്ട, കുറച്ച് വാട്ടറും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 3 വിസിൽ മതി, അപ്പോഴത്തേക്കത് കുക്കായി വരും. ഇനിയിപ്പം ബീഫ് റെഡിയാവുന്ന സമയം കൊണ്ട് അതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാനൊരു കറിച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്ത് ഉലുവ, പിന്നെ കുറച്ച് ഫെനൽ സീഡ്, പിന്നെ തേങ്ങ കൊത്തി അരിഞ്ഞതും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ഇടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി വരണം. ഇപ്പോൾ ഏതാണ്ട് ഓണിയനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ഗ്രീൻ ചില്ലി ഞാൻ നീളത്തിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ ചതച്ച് വെച്ച ജിഞ്ചറും ഗാർലിക്കും അതിലും ഗ്രീൻ ചില്ലി ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 4 ഗ്രീൻ ചില്ലി അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. സ്പൈസിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇനി ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു 1.5 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ ഇടുന്നുണ്ട്. പിന്നെ ടർമറിക് പൗഡർ അതൊരു 1/2 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ഇനി 1 ടീസ്പൂൺ പെരുജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇതിനകത്തിടാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ടൊമാറ്റോയും കറി ലീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൊമാറ്റോ നന്നായിട്ടൊന്ന് കുക്കായി വരണം. ഇനി ഒരു ലിഡ് വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് അവിടെ നിന്ന് നല്ല കുറുകി വരണം. ആ സമയം നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. ഇതാണ്ട് ഇവിടെ ഒരു കടായിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പഴം ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാറ്ററൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. സാധാ രീതിയിൽ തന്നെയാണ് ചെയ്തത്. മൈദാമാവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. സാധാരണ ഞാൻ ചെയ്യാൻ നേരത്തെ അതിനകത്ത് കുറച്ച് ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ബീഫിൻ്റെ കൂടെ കഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം എന്താ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ബീഫും നമ്മുടെ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കറി ലീഫും കൂടെ. കുറച്ചും കൂടെ ഒന്ന് ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരണം. ഇതാണ് ഇപ്പം അങ്ങനെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പഴംപൊരിയും ബീഫ് കറിയും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മുടെ ബീഫിൻ്റെ നല്ല സ്പൈസിയും പഴംപൊരിയുടെ ചെറിയൊരു മധുരവും. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്